രെ നിന്ദിച്ചതും ഗുരുതരമായ സംഘടനാവിരുദ്ധ പ്രവർത്തനം നടത്തിയതുമായിരുന്നു കാരണം. 1985 നവംബറിൽ മുതലക്കുളത്ത് നടന്ന ശരീഅത്ത് സംരക്ഷണ സമ്മേളനത്തിൽ മർഹൂം സയ്യിദ് അബുൽ ഹസൻ അലി നദവിയോടൊപ്പം സമസ്ത സെക്രട്ടറി ഷംസുൽ ഉലമ വേദി പങ്കിട്ടതായിരുന്നു ഇദം പ്രഥമമായി അവർ പൊക്കിപ്പിടിച്ച ആരോപണം. അവന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ല മംഗലവും സിദ്ധിച്ചോ? ഒന്നും സിദ്ധിച്ചിട്ടില്ല, സിദ്ധിക്കുകയുമില്ല. അതേ നിരക്ക് സമസ്ത കേരള ജമിയത്തുലമയുടെ ഈ മഹത്തായ പ്രവർത്തനത്തിൽ അസൂയ പൂണ്ട് ചില ആളുകൾ എന്ത് ചെയ്തു? ഒരു എതിർ സംഘടന രൂപീകരിച്ചു. സമസ്തയ്ക്ക് സമാന്തര സംഘടനയുണ്ടാക്കുകയും മദ്രസ പുസ്തകങ്ങൾ അനധികൃതമായി അച്ചടിച്ച് പിടികൂടപ്പെടുകയും ചെയ്ത ഇവർ ഉയർത്തിപ്പിടിച്ച ആരോപണവും അതിലപ്പുറവുമുള്ള അപരാധങ്ങളുമായി ഇപ്പോഴും നിരന്തരം അപമാനിതരായിക്കൊണ്ടിരിക്കുന്നു. ശൈഖുന കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ പ്രസിഡന്റും ഉസ്താദ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായ കമ്മിറ്റിയാണ് ഇപ്പോൾ സമസ്തയെ നയിക്കുന്നത്. 1950 കാലഘട്ടം. സമസ്തയുടെ സന്ദേശം ജ്വലിച്ചുയർന്ന സന്ദർഭം. അന്ന് മതപഠനത്തിന് പ്രത്യേക സംവിധാനങ്ങളൊന്നുമില്ല. പലയിടങ്ങളിലും ഓത്തുപള്ളികൾ പ്രവർത്തിക്കുന്നു. ഒരു മൊല്ലാക്കയും ഏതാനും വിദ്യാർത്ഥികളും മണലിലും മരപ്പലകയിലുമൊക്കെ എഴുതിയായിരുന്നു പഠിച്ചിരുന്നത്. മതപഠനം സാർവത്രികമാക്കുന്നതിനെക്കുറിച്ച് അന്നത്തെ സമസ്തയുടെ മഹോന്നതരായ പണ്ഡിതന്മാർ ഉണർന്നു ചിന്തിച്ചു. ഇത് വടകര കടപ്പുറത്തുള്ള വിശാലമായ മൈതാനം. ഇവിടെ 1951 മാർച്ചിൽ സമസ്തയുടെ ഐതിഹാസികമായ 19ാം സമ്മേളനം നടന്നു. കേരളീയ മുസ്ലിം വൈജ്ഞാനിക മണ്ഡലത്തിൽ നവോത്ഥാനത്തിന്റെ കാഹളം മുഴങ്ങിയ ഒരു മഹാസംഭവമായിരുന്നു പ്രസ്തുത സമ്മേളനം. കേരളത്തിനകത്തും പുറത്തുമായി വളർന്നു പന്തലിച്ച വിദ്യാഭ്യാസ പ്രസ്ഥാനമായ സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് പിറവിയെടുത്തത് ഈ സമ്മേളനത്തിൽ വെച്ചായിരുന്നു. 6 മാസത്തിനു ശേഷം പണ്ഡിതന്മാർ കോട്ടയ്ക്കലിനടുത്തുള്ള പുതുപ്പറമ്പിൽ ഒത്തുചേർന്നു. സമസ്തയുടെ പ്രസിഡന്റ് വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരുടെ ഹൃദ്യമായ ക്ഷണം സ്വീകരിച്ചായിരുന്നു അവരവിടെ ഒരുമിച്ചു ചേർന്നത്. ഇതാണ് വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരുടെ വീട്. ഇന്നും ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നു. ഈ പള്ളിയും തൊട്ടടുത്തുതന്നെയുള്ള സ്കൂളും അദ്ദേഹം നിർമ്മിച്ചതുതന്നെ. വീടും പള്ളിയും വഖഫ് ചെയ്തിരിക്കുന്നു. അന്ന് അക്കാലത്ത് സമുദായത്തിന്റെ വിദ്യാഭ്യാസ വെളിച്ചത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആ മഹാനുഭാവൻ അന്ത്യവിശ്രമം കൊള്ളുന്നതും ഇതിനടുത്തുതന്നെയാണ്. 1951 സെപ്റ്റംബർ 17 വാളക്കുളത്തുള്ള ഈ പള്ളിയിൽ വെച്ചായിരുന്നു യോഗം. വാഹനങ്ങളോ യാത്രാ സൌകര്യങ്ങളോ ഇല്ലാതിരുന്ന അക്കാലത്ത് കിലോമീറ്ററുകളോളം ദൂരം ഇടവഴികളിലൂടെ സഞ്ചരിച്ചാണ് പണ്ഡിതന്മാർ ഇവിടെ എത്തിയിരുന്നത്. യോഗത്തിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ പ്രവർത്തക സമിതി രൂപീകരിച്ചു. പാഠപുസ്തകങ്ങളും സിലബസുകളും തയ്യാറാക്കാൻ സമിതിയുണ്ടാക്കി. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ കൊയിലാണ്ടിയിൽ വാൾവ് സംഘടിപ്പിച്ചുകൊണ്ടാണ് സംഘടനയ്ക്ക് ആദ്യ പ്രവർത്തന മൂലധനമുണ്ടാക്കിയത്. 1 വർഷം പൂർത്തിയാകുന്നതിനു മുമ്പ് 10 മദ്രസകൾക്ക് ബോർഡ് അംഗീകാരം നൽകി. അബ്ദുൽ ബാരി മുസ്ലിയാർ വാളക്കുളത്ത് സ്ഥാപിച്ച ബയാനുൽ ഇസ്ലാം മദ്രസയ്ക്കാണ് ഒന്നാമതായി അംഗീകാരം നൽകിയത്. പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ പെൺകുട്ടികൾക്കുവേണ്ടി സ്ഥാപിച്ച മദ്രസത്തുൽ ബനാത്ത് ആണ് രണ്ടാമത്തേത്. നിരവധി പ്രതിസന്ധികളെയും പ്രതിഷേധങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിലും അതെല്ലാം സധൈര്യം അതിജീവിച്ച വിദ്യാഭ്യാസ ബോർഡിന് പിന്നീടൊരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് വൻ മുന്നേറ്റമായിരുന്നു പിന്നീടിങ്ങോട്ട്. വിദ്യാഭ്യാസ ബോർഡ് ഇന്നും അതുല്യമായ ജൈത്രയാത്രയിലാണ്. 1951 മതവിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കേണ്ടതിന്റെ അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു പ്രത്യേക സംഘടനയ്ക്ക് രൂപം നൽകി. അതാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്.
പള്ളിക്കൂടങ്ങളിലും ഓത്തുപുരകളിലുമൊക്കെ ചിന്നിച്ചിതറിയ രൂപത്തിലുള്ള ഖുർആൻ വായിക്കാൻ പഠിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു മതവിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ. ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം പാഠപദ്ധതിയുണ്ടായി, പഠിപ്പിക്കാനുള്ള വ്യവസ്ഥ തയ്യാറാക്കി, അതിനാവശ്യമായ പരിശീലനം നേടിയ മുഅല്ലിംകളെ തയ്യാറാക്കാനുള്ള പരിപാടികൾ ആവിഷ്കരിച്ചു. കേരളത്തിലല്ലാതെ മറ്റൊരു സ്ഥലത്തും ആ തരത്തിലുള്ള വ്യവസ്ഥാപിതമായ ശാസ്ത്രീയമായ ഒരു പ്രവർത്തനം കാണാൻ തന്നെ സാധിക്കുകയില്ല. മറ്റു പല പ്രദേശങ്ങളിലും ചിലപ്പോൾ വലിയ കോളേജുകൾ കാണാം, വലിയ പണ്ഡിതന്മാരെ കാണാം. അതൊക്കെ ശരിയാണെങ്കിലും സാധാരണക്കാർക്കിടയിൽ ഇസ്ലാമിന്റെ പ്രാഥമിക പഠനം നൽകാൻ ആവശ്യമായ വ്യവസ്ഥാപിതവും ശാസ്ത്രീയവുമായ ഒരു പദ്ധതി നിലവിൽ വരുത്തിയതും അത് പ്രചരിപ്പിച്ചതും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണ്. ജമിയത്തുൽ മുഅല്ലിമീനിന്റെ പ്രവർത്തനം വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു കീഴ്ഘടകം എന്നതിലുപരി സ്വന്തം നിലക്ക് തന്നെ പ്രവർത്തിച്ച് കേരളത്തിലെ മുസ്ലിംകൾക്കിടയിൽ മാതൃകാപരമായ പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇന്ന് അതിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുകയാണ്. അത് മുഖേന ജമിയത്തുൽ മുഅല്ലിമീൻ എന്ത്, ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ത് എന്ന് ഒരിക്കൽ കൂടി ബഹുജനങ്ങൾക്ക് മനസ്സിലാകാൻ അവസരം ലഭിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. കേരളത്തിനു പുറമെ കർണാടക, തമിഴ്നാട്, ലക്ഷദ്വീപുകൾ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, മലേഷ്യ, UAE, ഒമാൻ, ബഹ്റൈൻ എന്നിവിടങ്ങളിലായി ബോർഡിന് ഇന്ന് 8758 മദ്രസകളുണ്ട്. 5,05,978 ആൺകുട്ടികളും 4,98,672 പെൺകുട്ടികളുമടക്കം 10,04,650 കുട്ടികൾ എല്ലാ മദ്രസകളിലുമായി പഠിക്കുന്നു. 1,00,000-ഓളം അധ്യാപകർ ഈ മദ്രസകളിൽ സേവനം ചെയ്യുന്നു. മുഅല്ലിമീങ്ങളുടെ പ്രവർത്തനമാണ് കുട്ടികളുടെ ആദ്യഘട്ടത്തിലുള്ളതായിരിക്കുന്ന ദീനീ പഠനത്തിന് തുടക്കം കുറിക്കുന്നത്. അവിടെ ആ പ്രവർത്തനം ശരിയായി വന്നെങ്കിൽ തന്നെ മേലോട്ടുള്ളതായിരിക്കുന്ന ആ പ്രവർത്തനങ്ങളും അത് നേരിൽ വരാൻ സാധ്യതയുള്ളൂ. മുഅല്ലിമീങ്ങൾ ഇവിടെ വളരെ സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയും അവർ ആ നിലക്ക് സൂക്ഷ്മതയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അതാ നിയമാനുസൃതമായിരിക്കുന്ന നിലക്ക് തന്നെ പ്രവർത്തനത്തിൽ അത് കൊണ്ടുവരാനുള്ളതായ എല്ലാ വഴികളും കണ്ടെത്തി അതിനെ കുട്ടികൾക്ക് അതിൽ പകർത്തിക്കൊടുക്കുകയും ചെയ്യേണ്ടത് മുഅല്ലിം സമൂഹത്തിനുള്ളതായിരിക്കുന്ന കടമയാണ്. അവരെ കണ്ടും അവരുടെ വാക്കുകളും അവർ പഠിപ്പിക്കുന്നതുമാണ് ഇവിടെ ഇസ്ലാമിനുള്ളതായ അടിത്തറ. അങ്ങനത്തെ ആ മുഅല്ലിം സംഘടനയെ ഇവിടെ നിലനിർത്തേണ്ടത് നമ്മളെ ബാധ്യതയാണ്. അതിന്റെ ജൂബിലി വിജയകരമാക്കണമെന്ന് എല്ലാ സുന്നി പ്രവർത്തകരോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് കേരളത്തിലെ മനോഹരമായ ഒരു സുപ്രഭാതം. അറിവിന്റെ മധു നുകരാൻ കുരുന്നുമക്കൾ ദീനീ വേഷത്തിൽ അച്ചടക്കത്തോടെ മദ്രസകളിലേക്ക് നീങ്ങുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. ശാസ്ത്രീയവും വ്യവസ്ഥാപിതവുമായ പഠന സംവിധാനങ്ങളാണ് മദ്രസകളിലുള്ളത്. ലളിതമായ പാഠപുസ്തകങ്ങൾ, കുറ്റമറ്റ അധ്യയന മാർഗങ്ങൾ, പാഠപുസ്തകങ്ങൾ തയ്യാർ ചെയ്യുന്നതിനും ലഭ്യമാക്കുന്നതിനും നൂതന സംവിധാനങ്ങൾ. വിജ്ഞാനത്തിൻ പൂവനികൾ നമ്മുടെ മദ്രസകൾ.